നമസ്കാരം. ഇക്കാലം അത്രയും കാരക്കോട്ടിൽ ദാസൻ നമുക്കെല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെ അല്ലാതെ നാം ആരും ദാസനെ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നിരുന്ന ഒരു മതയാനയായിരുന്നു ദാസൻ. ഈ മതയാനയെ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. സത്യനന്ദിക്കാട് ഗോളാന്തര വാർത്തയായി സംപ്രേഷണം ചെയ്ത കാരക്കോട്ടിൽ ദാസൻ എന്ന ശ്രീനിവാസനെ തളയ്ക്കാൻ പക്ഷേ മുരിങ്ങച്ചോട്ടിലും തെങ്ങിൻ ചോട്ടിലും കൊടിമരത്തണലിലും നിന്ന പാപ്പാന്മാർ എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയായിരുന്നു. ശ്രീനിവാസനെടുത്ത രാഷ്ട്രീയ നിലപാടുകളിലെല്ലാം അരാഷ്ട്രീയത കണ്ടെത്തിയ നമ്മുടെ കക്ഷി രാഷ്ട്രീയക്കാർ പഞ്ചായത്ത് പ്രസിഡന്റായ നടൻ ശങ്കരാടി കാരക്കോട്ടിൽ ദാസിനെ വിശേഷിപ്പിച്ചതുപോലെ തന്നെ ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിയവാസവും കാണിക്കാൻ മടിയില്ലാത്ത അലവലാതി എന്ന് മുദ്രകുത്തി. ഇങ്ങനെ മുച്ചൂടും പുലഭ്യം പറഞ്ഞാൽ അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ് എന്ന് ശങ്കരാടി ആഗ്രഹിച്ചതുപോലെ ശ്രീനിവാസനും തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും അടിയറ വെച്ചിട്ട് തങ്ങളോടൊപ്പം ചേരുകയോ ഏതെങ്കിലും പൊത്തിൽ ഒളിക്കുകയോ ചെയ്യും എന്നായിരുന്നു ഇക്കൂട്ടരൊക്കെ ദിവാസ്വപ്നം കണ്ടത്. എന്നാൽ ശ്രീനിവാസൻ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സ്വായത്തമാക്കിയ സത്യങ്ങളിലും അഭിപ്രായങ്ങളിലും നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. തൻ്റെ കൂടി തിരക്കഥയിൽ പിറന്ന പഞ്ചവടിപ്പാലം എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമയിൽ ചക്രപ്പലകയിലിരുന്ന് കയ്യൂന്നി ഇഴഞ്ഞു നീങ്ങുന്ന സ്വന്തം കഥാപാത്രത്തിന്റെ മനസ്സു തന്നെയായിരുന്നു ശ്രീനിവാസൻ എക്കാലത്തും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം. തരത്തിനും തഞ്ചത്തിനും നിലപാടുകളിൽ വെള്ളവും കള്ളവും ചേർക്കുന്നവർ നടത്തുന്ന രാഷ്ട്രീയ മേളകളുടെയും ഉദ്ഘാടന മഹാമഹങ്ങളുടെയും കെട്ടുകാഴ്ചകൾക്കെതിരെയുള്ള മുദ്രാവാക്യമാണ് ശ്രീനിവാസൻ തൻ്റെ സിനിമകളിലും വേദികളിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ കളിയും ഒത്തുകളിയും കസേരകളിയും കഴിഞ്ഞ് എല്ലാവരും നീന്തിക്കയറുമ്പോൾ മുങ്ങിത്താഴുന്ന സാധാരണക്കാരുടെ ഗതികേടുകളുടെ ചെളിയെടുത്താണ് ശ്രീനിവാസൻ രാഷ്ട്രീയ നാടകക്കാരുടെ മുഖത്ത് ചായമിട്ടത്. തൃണസമാനമായ സാധാരണക്കാരുടെ വേദനയ്ക്കൊപ്പമാണ് ശ്രീനിവാസന്റെ രാഷ്ട്രീയം എന്നും നിലയുറപ്പിച്ചത്. അതെങ്ങനെയാണ് അരാഷ്ട്രീയതയാവുക എന്നതാണ് ചോദ്യം. ഉന്നത നീതിപീഠം പോലും പാലാരിവട്ടം പാലത്തെ പഞ്ചവടിപ്പാലമായി വിശേഷിപ്പിക്കുമ്പോൾ, കോഴിക്കോട് കൂളിമാട് പാലം നിർമ്മാണത്തിൽ തന്നെ തകർന്നു വീഴുമ്പോൾ, കെട്ടിപ്പൊക്കിയ ദേശീയപാതകൾ മരണച്ചുഴികളാകുമ്പോൾ ശ്രീനിവാസന്റെ കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയമാണോ അരാഷ്ട്രീയമാണോ എന്ന തർക്കത്തിന് കൂടുതൽ ഇടം കിട്ടുകയാണ്. സത്യത്തിൽ എന്താണ് അരാഷ്ട്രീയത എന്ന ചോദ്യവും ശ്രീനിവാസൻ ഉയർത്തുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയം എന്ന് വിധി എഴുതുന്നവരെ കൂപമണ്ടൂകങ്ങൾ എന്ന് വിശേഷിപ്പിക്കാനായിരുന്നു ശ്രീനിവാസൻ ഇഷ്ടപ്പെട്ടത്. വാഗ്ദാന പെരുമഴയുടെ കുളിരിൽ നിന്ന് പുറത്തു വന്ന് ഒരിക്കലെങ്കിലും വെയിലത്ത് നിൽക്കുന്നവനാണ് യഥാർത്ഥ രാഷ്ട്രവാദി. അവൻ ഏത് പീഡനത്തിലും ഇരയോടൊപ്പം നിൽക്കുന്നവനാണ്. വേട്ടക്കാരന്റെ രാഷ്ട്രീയം നോക്കി പീഡനത്തിന്റെ തീവ്രത നിശ്ചയിക്കാൻ അവനാവില്ല. കൊല്ലപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ കൊടിയും വടിയും മുടിയും നോക്കി പ്രതികരിക്കാൻ അവന് ആകില്ല. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന സന്ദേശം സിനിമയിലെ എവർഗ്രീൻ ഡയലോഗിന്റെ അർത്ഥം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത് അതിലെ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ സൂക്ഷ്മത കൊണ്ട് കൂടിയാണ്. കൊല്ലപ്പെട്ടത് മനുഷ്യനാണ് എന്ന മാനവികതയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നത് അരാഷ്ട്രീയതയാണെങ്കിൽ താനൊരു അരാഷ്ട്രീയവാദിയാണ് എന്ന് വിളിക്കപ്പെടുന്നതിൽ ശ്രീനിവാസൻ ആനന്ദം കണ്ടെത്തി. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തി വരുതിയിലാക്കുന്ന, രക്തസാക്ഷികളെയും ബലിദാനികളെയും സൃഷ്ടിച്ച് ധീരത കാട്ടുന്ന കാടൻ രാഷ്ട്രീയത്തെയാണ് ശ്രീനിവാസൻ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് വിളിച്ചു പറയുമ്പോൾ കസേര കൈയാളുന്നവരുടെ പ്രത്യയശാസ്ത്രങ്ങളെ അദ്ദേഹം ഭയപ്പെട്ടില്ല. നേതാക്കളുടെ വീടുകളിലൊന്നും രക്തസാക്ഷികൾ ഉണ്ടാകുന്നില്ലല്ലോ എന്ന ശ്രീനിവാസന്റെ ചോദ്യം രക്തസാക്ഷി കുടുംബങ്ങളെ ചിന്തിപ്പിക്കുക മാത്രമല്ല, രക്തസാക്ഷികൾക്ക് കുടീരം തീർക്കുന്ന നേതാക്കളെയെല്ലാം ചുട്ടു പൊള്ളിക്കുക കൂടി ചെയ്യുന്നതാണ്. തൊഴിലാളി യൂണിയനുകളുടെ സംഘടിത സാമർഥ്യത്തിന്റെ ഫലമായി സ്വന്തം അച്ഛന്റെ ജീവിതത്തിലുണ്ടായ തിരിച്ചടികളുടെ നേർചിത്രം വരച്ചു കാട്ടുന്ന വരവേൽപ്പ് എന്ന ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും സോക്കോൾഡ് രാഷ്ട്രീയവാദികളുടെ അരാഷ്ട്രീയത തന്നെയാണ്. ഇത്തരം രാഷ്ട്രീയ പേക്കൂത്തുകൾ തുറന്നു കാട്ടുന്നത് അരാഷ്ട്രീയവാദമാണെങ്കിൽ ആ പക്ഷത്ത് നിലയുറച്ചു നിൽക്കാൻ ശ്രീനിവാസന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എനിക്ക് നാട്ടുനടപ്പ് രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു
എന്ന് പറഞ്ഞ ശ്രീനിവാസൻ ഒരു പക്ഷവും നോക്കാതെ സത്യം തുറന്നടിക്കുന്നതിൽ ഒരുതരം ആത്മരതി തന്നെ അനുഭവിച്ചിരുന്നു എന്ന് പറയാം. ഒരു അഭിമുഖത്തിൽ ശ്രീനിവാസൻ പറഞ്ഞു, എനിക്ക് ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ ഞാൻ SFIയിലേക്ക് ആകൃഷ്ടനായി. പിന്നീട് അല്പബുദ്ധിയായ നാളിൽ ഞാൻ KSUക്കാരനായി. തുടർന്ന് കുറച്ചു കാലം ഞാൻ ABVP ആയി. എനിക്ക് സാമാന്യ ബോധമുണ്ടായപ്പോൾ ഞാൻ 2020 ആയി. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും ഒരാൾക്ക് ഇത്ര പാർട്ടിയിലെ പ്രവർത്തിക്കാവൂ എന്ന് എഴുതിയിട്ടില്ലല്ലോ. എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നത് പോലെ ഞാൻ പാർട്ടി മാറും. കക്ഷി രാഷ്ട്രീയക്കാർ ഭയക്കുന്ന എന്തോ ഒന്ന് 2020 പ്രസ്ഥാനത്തിനുണ്ട്. അതാണ് ഇത്തരക്കാരെ ഭയപ്പെടുത്തുന്നത്. ശ്രീനിവാസനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിലിട്ട് തരാതരം പോലെ ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കാൻ വെമ്പിയവരെല്ലാം ഇന്നലെ വരെ ശത്രുപാളയത്തിൽ നിന്ന് വാളോങ്ങിയവരെ ഇരുട്ടി വെളുക്കുമ്പോൾ സ്വന്തക്കാരാക്കുന്നതിൽ തുലവും ജാള്യമില്ലാത്തവരാണ് എന്ന യാഥാർത്ഥ്യവും മറന്നു പോകരുത്. ഇത്തരം അന്നന്നിസക്കാരെല്ലാം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ശ്രീനിവാസന്റെ കള്ളൻ കഥാപാത്രത്തെ പോലെ ഇളിഭ്യരായി ഇളിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുഖത്തു നോക്കി ഫ്രണ്ട്സ് സിനിമയിൽ എന്ന പോലെ പരിസരം മറന്ന് ചിരിക്കാനുള്ള ശ്രീനിവാസന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം? തങ്ങളുടെ അടവ് നയങ്ങളും കമ്മീഷൻ കച്ചവടങ്ങളും പിടിക്കപ്പെട്ടു എന്ന വെപ്രാളവും വേവലാതിയുമാണ് ഇത്തരം അസ്വസ്ഥതകൾക്ക് പിന്നിലെന്ന് ശ്രീനിവാസന് അറിയാമായിരുന്നു. പറഞ്ഞതിനപ്പുറം പറയാൻ ശ്രീനിവാസന് ഊർജം പകർന്നതും തനിക്കെതിരെയുള്ള ഇത്തരം അപക്വമായ ആക്രോശങ്ങളായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം എന്ന സിനിമയിലൂടെ വേണ്ടത്ര ആലോചനകളും ആത്മപരിശോധനകളും ഇല്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയ DPEP ബോധന രീതിയെ കണക്കറ്റ് പരിഹസിക്കുന്ന ശ്രീനിവാസൻ സ്വകാര്യ മാനേജ്മെന്റുകളുടെ കോഴ നിയമങ്ങളെ നിർത്തിപ്പൊരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ശ്രീനിവാസൻ ഉയർത്തുന്ന രാഷ്ട്രീയ പാഠങ്ങളും നിഷ്പക്ഷമതികൾക്ക് മനഃപ്പാടമാക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു അങ്കണവാടി അധ്യാപകരുടെ ഗുണമേന്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം. അതിലെ രാഷ്ട്രീയവും സ്ത്രീ വിരുദ്ധതയും അന്വേഷിച്ചിറങ്ങി കേസെടുത്തവർ ആ മേഖലയിൽ ഒരു സത്യാന്വേഷണത്തിന് തയ്യാറായില്ല എന്നതാണ് സത്യം. ഇത്തരം മനോഭാവങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കൂടിയായിരുന്നു ശ്രീനിവാസന്റെ സിനിമയും സിനിമകളിലെ രാഷ്ട്രീയവും. രാഷ്ട്രീയത്തിന്റെ മൂലധന സംഹിതകൾ മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിൽ തുന്നിച്ചേർക്കുന്നതിനെയും ശ്രീനിവാസൻ തുറന്നെതിർത്തിട്ടുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ ശ്രീനിവാസൻ തൊടുത്തുവിടുന്ന അന്ധവിശ്വാസ ജഡിലവും അർത്ഥശൂന്യവുമായ രാഷ്ട്രീയത്തിന്റെ ചോദ്യശരങ്ങൾ ഈ നിലപാടുകളുടെ സത്യസന്ധമായ ദൃശ്യാവിഷ്കാരം കൂടിയാണ്. ഭരിക്കുന്നവർ എന്തു നടപ്പാക്കിയാലും ഒപ്പം നിന്ന് ഓരിയിടുകയും ഓശാന പാടുകയും ചെയ്യുന്ന കക്ഷി രാഷ്ട്രീയവുമായി ഇത്തരത്തിൽ നേർക്കുനേർ നിന്ന് അടരാടുമ്പോൾ ശ്രീനിവാസൻ അനുഭവിക്കുന്ന ഒരു മാനസിക സുഖം അത്ര ചെറുതായിരുന്നില്ല. എന്തിനോടും ഏതിനോടും അസഹിഷ്ണുത കാട്ടുന്ന രാഷ്ട്രീയ കോലങ്ങൾക്കിടയിൽ ശ്രീനിവാസന്റെ സിനിമകളെല്ലാം മലയാളിക്ക് എന്നും ഒരാശ്വാസം തന്നെയാണ്.